ഇസ്രായേൽ വംശഹത്യ വിതച്ച നാശനഷ്ടങ്ങൾക്കിടയിൽ ഗസയിലെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇത്തവണയും നഷ്ടങ്ങളുടെ മാത്രം കഥകളാണ് പറയാനുണ്ടായിരുന്നത്. പുത്തനുടുപ്പും മധുര പലഹാരങ്ങളുമില്ലാതെ തകർന്നടിഞ്ഞ പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെരുന്നാൾ നമസ്കരിക്കുമ്പോഴും ഉറ്റവരെയും ബന്ധുക്കളെയും കാണാൻ കഴിയാതെ വിതുമ്പുമ്പോഴും ഗസയിലെ മനുഷ്യർ ഇബ്രാഹിം പ്രവാചകന്റെ പരീക്ഷണ പർവ്വങ്ങളുടെ കഥകൾ ഓർത്തുകൊണ്ടാണ് ഈദിനെ വരവേറ്റത്. ഗസയിലെ ഇസ്രായേലിന്റെ നിർത്താതെയുള്ള ഉപരോധവും വെടിവെപ്പും ഈദ് ദിനത്തിലും തുടർന്നുകൊണ്ടിരുന്നു. തകർന്നടിഞ്ഞ പള്ളികൾക്ക് മുന്നിൽ ഒരുമിച്ച് കൂടുമ്പോഴും ഈദ് സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോഴും ഗസയിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ സ്വന്തം കുടുംബത്തിന്റെ ഓർമ്മകളുടെ കനലെരിയുന്നുണ്ടായിരുന്നു. ഫലസ്തീനി ജനതയ്ക്കെതിരായ ഇസ്രായേലിന്റെ കൊടും ക്രൂരത കാരണം അവരനുഭവിച്ച ഏറ്റവും ദുരിതപൂർണമായ പെരുന്നാളാണിത്. ഭക്ഷണവും കിടപ്പാടവുമില്ല, പള്ളികളും വീടുകളുമില്ല, ധാന്യങ്ങളില്ല, വെള്ളമില്ല. എന്തൊരവസ്ഥയാണിത്! ഖാൻ യൂനിസിൽ പ്രാർത്ഥനയ്ക്കെത്തിയ കാമിൽ ഇമ്രാൻ തന്റെ ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞു. ഗസ സിറ്റിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന പങ്കുവെക്കുകയാണവർ. പാതി തകർന്ന കല്ലറകൾക്കിടയിൽ നിന്ന് സന അൽഗോള തന്റെ മകൻ മുഹമ്മദിനെ ഓർത്തു വിതുമ്പി. ധാന്യപ്പൊടി വാങ്ങാൻ പോയപ്പോൾ കൊല്ലപ്പെട്ട തന്റെ പൊന്നുമോന്റെ ഫോട്ടോ കയ്യിലുറുക്കി പിടിച്ച് കണ്ണീര് തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, മകനെ, നീ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഈദില്ല. ഗസയിലെ ജീവിതം ഓരോ ദിവസവും ദുസ്സഹമാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സെപ്റ്റംബറോടെ ഏകദേശം 5 ലക്ഷം ഫലസ്തീനികൾ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടാനിടയുണ്ടെന്നാണ് UN-ന്റെ മുന്നറിയിപ്പ്. റഫയിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ വീണ്ടും അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. സഹായം തേടിയെത്തിയ 9 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ സഹായ കേന്ദ്രങ്ങളിൽ 80-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എല്ലാ വിതരണ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഗസയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള 2ാമത്തെ ബലിപെരുന്നാളായിരുന്നു ഇക്കഴിഞ്ഞത്. ഗസയിലെ ഹെൽത്ത് ഒഫീഷ്യൽസിന്റെ കണക്കനുസരിച്ച് ഇതുവരെ 54,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 20 ലക്ഷം ഗസക്കാരിൽ ഏകദേശം 90% കുടിയൊഴിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പുതുവസ്ത്രങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും കൊണ്ട് ലോകം ഈദ് ആഘോഷിച്ചപ്പോൾ നഷ്ടങ്ങളുടെയും വേർപാടിന്റെയും ഭാരം പേറി ഗസയിലെ മനുഷ്യർ അതിജീവനത്തിന്റെ വഴികൾ അന്വേഷിക്കുകയാണ്.